بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുൽക്കിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പരിചയപ്പെടുത്തിയെടുത്ത് കാണാം. അല്ലാഹു അവനെ സ്വന്തത്തെ പറ്റി അവന്റെ ദാത്തിനെ പരിചയപ്പെടുത്തുകയാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അധികാരത്തിന്റെ പരമോന്നത പദവി അലങ്കരിക്കുന്നതായ അല്ലാഹു അവൻ ബറക്കത്തുള്ളവനാണ്, പരിശുദ്ധനാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു അവനെ പരിചയപ്പെടുത്തുന്നത് തന്നെ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. അല്ലാഹു ആരാണ്? ബറക്കത്തുള്ളവരാണ്. ആ ബറക്കത്താണ് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. തീർന്നില്ല. അല്ലാഹുവിന് എത്ര നാമങ്ങളുണ്ട്? എത്ര നാമങ്ങളുണ്ട്? 99 മഹത്തായ ശ്രേഷ്ഠമായ നാമങ്ങളുണ്ട്. قال رسول الله صلى الله عليه وسلم, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ഇന്ന ലില്ലാഹി ഇസ്മു മിആ ഇല്ലാ വാഹിദാ. സ്വഹാബത്തെ അല്ലാഹുവിന്റെ മഹത്തായ 99 നാമങ്ങളുണ്ട്. സഹാബ ഫമൻ ഹസാഹാ ദഖലൽ ജന്ന. ആരൊരുവൻ മഹത്തായ 99 നാമങ്ങൾ ഹിഫ്ള് ചെയ്യുന്നുണ്ടോ, അതനുസരിച്ച് അമൽ ചെയ്യുന്നുണ്ടോ, അവൻ തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കുമേ. അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിച്ചവൻ സ്വർഗത്തിലേക്ക് കടക്കുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു മാർഗം അല്ലാഹുവിന്റെ 99 നാമങ്ങൾ ഹിഫ്ള് ചെയ്യാം. ആർക്കായി സദസ്സിൽ അറിയാവുന്നവരൊന്ന് കൈയുയർത്തിക്കുക. അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. ഉണ്ടോ? 1, 2 പേര്, 3, 4, 5 പേര്. അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. ബാക്കിയുള്ളവരൊക്കെ പഠിക്കണം. അപ്പൊ ഈ സദസ്സിൽ ഇരിക്കുന്നവരുടെ പേര് പറയാൻ പറഞ്ഞാൽ ഈ നാട്ടിലുള്ളവർക്ക്, ഈ നാട്ടുകാരെ തിരിച്ചറിയൂലേ? അറിയുമല്ലോ. പറയും, നിങ്ങൾ എല്ലാവരുടെയും പേര് പറയും. ഇത് ഹസനാജിയാണ്, അത് ഖാദിറാജിയാണ്, അത് മാറൂഫ് ദാരിമിയാണ്, അത് ഡോക്ടർ അബ്ദുറഹ്മാനാണ്. ഇങ്ങനെ ഓരോരുത്തരുടെയും പേര് നിങ്ങൾ ഇങ്ങനെ പറയും. ഇത് അബ്ദുള്ളയാണ്, ഇങ്ങനെ പറയും. എല്ലാവരുടെയും പേര് വ്യക്തമായിട്ട് പറയും. ഒരാളുടെയും പേര് പറയാതിരിക്കൂല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 100 അല്ല, 150 അല്ല, 1000 പേരുടെ പേര് വരെ ഇവിടെ ഹിഫ്ള് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം നാട്ടുകാരുടെ പേരാണ്. അള്ളാഹ്ക്ക് 99 പേരേ ഉള്ളൂ. അത് നമുക്കറിയില്ല. ഭയങ്കര പേരാണ്. അറബിയുള്ള പേര് വരെ 1.5 പേജ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. 2 വരിയുണ്ടോ? ഇല്ല. ചെറിയ ചെറിയ പേര് ഖുർആനിൽ അള്ളാഹു പറയാണ്. ശരിക്കും ശ്രദ്ധിക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. എത്ര നല്ല മനോഹരമായ ചെറിയ ചെറിയ നാമങ്ങളാണ് അല്ലാഹുവിന്റെ. هل أتاك حديث الجنود فرعون وثمود بل الذين كفروا في تكذيب والله من ورائهم محيط بل هو قرآن مجيد. അല്ലാഹുവിന്റെ നാമങ്ങളാണ് മജീദ്. എത്ര നല്ല ശ്രേഷ്ഠമായ നാമങ്ങളാണ്.
99 നാമങ്ങളേ ഉള്ളൂ. 99 നാമങ്ങളേ ഉള്ളൂ. ഇന്നലില്ലാഹി ഇസ്മു മിആ ഇല്ലാ വാഹിദ ഫമൻ ഹസാഹാ ദഖലൽ ജന്ന. അല്ലാഹുവിന്റെ 99 നാമങ്ങൾ മനപ്പാഠമാക്കി വെക്കുന്നവരെ നിങ്ങൾക്ക് സ്വർഗ്ഗം പുൽകാൻ സാധിക്കുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഭാവിക്കര മഖാം റൂസിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്ത് എത്രയോ രാഷ്ട്രീയക്കാരുണ്ട്, എത്രയോ തമ്പുരാക്കന്മാരുണ്ട്, എത്രയോ സിനിമാ നടന്മാരുണ്ട്, നടിമാരുണ്ട്, എത്രയോ പന്ത് കളിക്കാരുണ്ട്, ക്രിക്കറ്റ് കളിക്കാരുണ്ട്, ഫുട്ബോൾ കളിക്കാരുണ്ട്. അവരുടെ പേരുകൾ വളരെ ഈസിയായി പഠിച്ചു വെച്ചവരെ, അവരുടെ കുടുംബങ്ങളെ കുറിച്ച് അറിയുന്നവരെ, അവരുടെ സ്ഥലങ്ങളെ കുറിച്ച്, അവർ ജനിച്ചതാകുന്ന വർഷങ്ങളെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള മുസ്ലിമേ, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയാകുന്ന സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ അല്ലാഹുവിന്റെ മഹത്തായ നാമങ്ങൾ 99 നാമങ്ങൾ ശ്രേഷ്ഠമായ ചെറിയ ചെറിയ നാമങ്ങളാണ്. അതൊന്ന് ഹിഫ്ള് ചെയ്തു വെക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെന്ത് മുസ്ലിമാണ്, പിന്നെന്ത് സുന്നിയാണ്? ഈ വർഷം ഇപ്പൊ ഭരിക്കുന്നതാകുന്ന രാഷ്ട്രീയക്കാരുടെ പേരുകൾ പറയാൻ പറഞ്ഞാൽ പറയും. ഇതിനു മുമ്പ് UDF-ന്റെ കാലഘട്ടത്തിൽ ആരായിരുന്നു? ഇപ്പൊ നിലവിലുള്ളതാകുന്ന നിങ്ങളുടെ നാട്ടിലെ MLA ആരാണ്? പഞ്ചായത്ത് മെമ്പർ ആരാ? പഞ്ചായത്ത് പ്രസിഡന്റ് ആരാ? കൗൺസിലർ ആരാ? എല്ലാം വിളിച്ചു പറയും. എല്ലാ പേരും നമുക്കറിയാം. പക്ഷെ അള്ളാഹുവിന്റെ പേര് നമ്മൾ പഠിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? പഠിക്കാൻ മെനക്കെട്ടിട്ടില്ല, താല്പര്യമില്ല. ദിവസം ഒരു 10 പേജ് വെച്ച് പഠിച്ചാൽ 10 ദിവസം കൊണ്ട് ഇൻഷാ അല്ലാഹ് അങ്ങ് പഠിക്കും. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കൂലേ? ഉറക്കെ പറയും. പോരല്ലോ, ഒരു കട്ടി പറയും. ഇൻഷാ അല്ലാഹ് പറയും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നല്ല ഒരു തീരുമാനമാണ് നിങ്ങൾ റജബിൽ എടുത്തിരിക്കുന്നത്. അസ്മാഉൽ ഹുസ്ന എല്ലാ ചെറിയ ഏടുകളിലും ഉണ്ട്. ഒരു 10 പേജ് വെച്ച് ഇൻഷാ അല്ലാഹ് പഠിക്കാം. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം യാ മലികു യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിനു യാ മുഹൈമിനു യാ അസീസു യാ ജബ്ബാർ യാ മുതകബ്ബിറു യാ ഖാലിഖ് യാ ബാരിഉ യാ മുസവ്വിറു യാ ഗഫാറു യാ ഖഹാർ. അല്ലാഹുവിന്റെ 99 നാമങ്ങൾ കാണാതെ പഠിച്ചാൽ സ്വർഗ്ഗമുണ്ട് സഹോദര, സ്വർഗ്ഗമുണ്ടെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. തീർന്നില്ല. ആ പേരുകൾ വെച്ചുകൊണ്ട് ദുആ ചെയ്താലോ സുബ്ഹാനല്ലാഹ്, ദുആയിന് ഇജാബത്താണ്. എത്രയോ സഹോദര സഹോദരിമാരാണ് സങ്കടം പറയാറുള്ളത്. ഉസ്താദേ, ഞാൻ ദിക്ർ ചെല്ലുന്നവളാണ്, ഞാൻ റൂഹേ ബയാൻ മജ്ലിസിൽ പങ്കെടുക്കുന്നവളാണ്, ഞാൻ ഖുർആൻ ഓതുന്നവളാണ്, ഞാൻ സ്വലാത്ത് അധികരിപ്പിക്കുന്നവളാണ്, ഞാൻ ലാ ഹൗല ചെല്ലുന്നവളാണ്. പക്ഷേ എന്നെ ചില കാര്യങ്ങൾക്ക് തടസ്സമുണ്ടെന്ന് പറയുന്നവരെ, അല്ലാഹുവിന്റെ 99 നാമങ്ങൾ ഹിഫ്ള് ചെയ്തിട്ട് അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്തു നോക്കണേ. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പിൻ്റെതാകുന്ന അതിശ്രേഷ്ഠമാകുന്ന 99 നാമങ്ങൾ ഹിഫ്ള് ചെയ്തുകൊണ്ട് പടച്ചറപ്പിനോട് കരമുയർത്തി ദുആ ചെയ്താൽ അല്ലാഹു ദുആഇന് ഉത്തരം നൽകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അറുതി വരുകയാണ്. നിന്റെ എല്ലാ കടക്കണികളിൽ നിന്നും പ്രയാസം നിനക്ക് തുറച്ചു നൽകുകയാണ്. സാമ്പത്തികമാകുന്ന ഭദ്രത അല്ലാഹു നൽകുകയാണ്. സാലിഹായ മക്കളെ അല്ലാഹു സമ്മാനിക്കുകയാ. എന്ത് വേണം സഹോദര, എന്ത് വേണം സഹോദരി? അല്ലാഹുവിന്റെ നാമങ്ങൾ ഹിഫ്ള് ചെയ്തുകൊണ്ട് അവനിലേക്കൊന്ന് കരമുയർത്തണേ. വിളിച്ചിട്ടൊന്ന് ദുആ ചെയ്തു നോക്കി, അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനാണ് ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. ആ പേര് വിളിച്ചിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യൂ. മാഷാ അല്ലാഹ്, ഇന്ന് വരെ ദുആ ചെയ്തിട്ടില്ല. ഇക്കാലം അത്രയും 60ഉം 70ഉം വയസ്സെത്തിയിട്ട് ഇക്കാലം അത്രയും നിങ്ങൾ അസ്മാഉൽ ഹുസ്ന ഓതി ദുആ ചെയ്തിട്ടില്ല. ചെയ്തു നോക്കിൻ സഹോദരങ്ങളെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് അറുതി കിട്ടും. അപ്പൊ അസ്മാഉൽ ഹുസ്ന ഹിഫ്ള് ചെയ്താൽ സ്വർഗ്ഗം, അസ്മാഉൽ ഹുസ്ന വെച്ച് ദുആ ചെയ്താൽ ഇജാബത്ത്. എന്തുകൊണ്ട്? അതാണ് നമ്മുടെ വിഷയം. എന്താ വിഷയം? ഈ നാമങ്ങളൊക്കെ ബറക്കത്തുള്ള നാമങ്ങളാണെന്ന് ഖുർആൻ. അല്ലാഹു ബറക്കത്തുടയവനാണ്. ആയത്ത് നമ്മൾ ഓതി.
ഈ നാമങ്ങളെല്ലാം ബറക്കത്താണ്. സൂറത്തുർ റഹ്മാൻ, അർ റഹ്മാൻ സൂറത്തിന്റെ അവസാനത്തെ ആയത്ത്. തബാറക ഇസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. തബാറക ഇസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. നിന്റെ റബ്ബിന്റെ മഹത്തമാകുന്ന നാമമാണ്, ബറക്കത്തുള്ള നാമമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ എല്ലാ നാമങ്ങളും ബറക്കത്തുള്ള നാമങ്ങളാണ്. അപ്പൊ അല്ലാഹു അവൻ തന്നെ അവന്റെ ദാത്തിനെ പരിചയപ്പെടുത്തി, അവനെ തന്നെ പരിചയപ്പെടുത്തിയത് എന്താണ്? ബറക്കത്തുള്ളവനാണ്. സൂറത്തുൽ മുൽക്കിന്റെ ആദ്യ ആയത്ത്. സൂറത്തുർ റഹ്മാനിൽ അവസാനത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഈ മഹത്താകുന്ന പേരുകളെല്ലാം ചേർത്ത് നിങ്ങൾ ദുആ ചെയ്താൽ ഇജാബത്ത് കിട്ടും. എന്താ കാരണം? അല്ലാഹുവിൻ്റെതാകുന്ന നാമങ്ങളൊക്കെ ബറക്കത്തുള്ള നാമങ്ങളാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തന്നെ ഹിഫ്ള് ചെയ്ത മറ്റുള്ള നാമം പോലെയല്ല, ബറക്കത്തുള്ള നാമം ഹിഫ്ള് ചെയ്തുകൊണ്ട് നിന്നെ പിടിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. എന്താണ് ഈ നാമത്തിന് ഇത്ര പ്രത്യേകത? ബറക്കത്തുള്ള നാമമായതുകൊണ്ട് അത് മനഃപ്പാഠമാക്കിയാൽ വലിയ വിജയം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തീർന്നില്ല, ശരിക്കും ശ്രദ്ധിക്കണേ. ഈ ബറക്കത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അമ്പിയാക്കളിലും നിക്ഷേപിച്ചിട്ടുണ്ട്. എല്ലാ അമ്പിയാക്കളിലും ഉണ്ട്. ഒരു നബി പോലും ഇല്ല ബറക്കത്തില്ലാത്ത, എല്ലാ നബിമാരും ഉണ്ട്. ഉദാഹരണത്തിന് ഒരു നബി എടുക്കുക, ഈസാ നബി അലൈഹിസ്സലാം. ഖുർആൻ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ കടന്നുകൊണ്ട് സംസാരിച്ചതാകുന്ന സംസാരത്തെ അല്ലാഹു ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയാ വജഅലനി മുബാറകാ വജഅലനി മുബാറകാ ഐനമാ كنت وأوصاني بالصلاة والزكاة ما دمت حيا. ബഹുമാനപ്പെട്ടതാകുന്ന ഈസാ നബി അലൈഹിസ്സലാം ഈ ലോകത്തേക്ക് തന്റെ ഉമ്മയാകുന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹാ പ്രസവിച്ച് ഇട്ടപ്പോൾ ആളുകൾ വന്നുകൊണ്ട് അപവാദം പറയുകയാണ്. ജനങ്ങൾ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടതാകുന്ന മഹദി അവറുകളെ കുറിച്ച് അപവാദ പ്രചരണം നടത്തുകയാണ്. മറിയമേ മറിയമേ, നീ എന്ത് പ്രവർത്തനമാണ് ചെയ്തിട്ടുള്ളത്? നിന്റെ കുടുംബക്കാരിൽ ഒരാൾ പോലും ചെയ്യാത്ത നീചവൃത്തിയാണല്ലോ ചെയ്തത്. നിനക്ക് ഭർത്താവില്ലാതെ തന്നെ ഗർഭം ധരിച്ചല്ലോ, വ്യഭിചരിച്ചു പോയല്ലോ പെണ്ണേ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഉപ്പയില്ലാതെ ഒരു കുട്ടിയെ ഈ ലോകത്തിന് സമ്മാനിക്കുകയാണ്. ഇനി ശാസ്ത്രലോകം അത്തരത്തിലുള്ള ഒരു തലത്തിലേക്ക് കടന്നു വന്നാൽ കൂടി, വാപ്പയുടെ ബീജത്തുള്ളിയില്ലാതെ കുട്ടിയെ ജനിപ്പിച്ചാൽ കൂടി, പരിശുദ്ധമായ ഖുർആൻ എക്കാലഘട്ടത്തിലും സുവ്യക്തമായി നിലകൊള്ളുകയാണ്. ശാസ്ത്രത്തെയും വിജയിച്ചുകൊണ്ട് ഖുർആൻ നേരത്തെ തന്നെ പ്രസ്താവിക്കുകയാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചത് ഭർത്താവില്ലാതെയാണ്, ഉപ്പയില്ലാതെയാണ്. തന്റെ പോക്കത്തിന്റെ ഉള്ളിലൂടെ കടന്നു വന്ന ബഹുമാനപ്പെട്ടതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരു ഊത്തങ്ങ് അല്ലാഹു നൽകുകയാണ്. ഫനഫഖനാ ഫീഹി മിൻ റൂഹിനാ, നമ്മുടെ ആത്മാവിൽ നിന്ന് പ്രിയപ്പെട്ടതാകുന്ന മറിയമിൻ്റെതാകുന്ന ഉദരത്തിലേക്ക് ഞാൻ ഒരു ഊത്ത് നൽകി എന്ന ഖുർആൻ അല്ലാഹു പറയുകയാണ്. ഗർഭവതിയാകുന്ന മഹദി അവറുകളെ കുറിച്ച് ആളുകൾ വന്നുകൊണ്ട് ആക്ഷേപം ചൊരിയുകയാണ്. മറിയമേ, നിന്റെ കുടുംബത്തിൽ ഒരാളും നടത്താത്തതാകുന്ന നീചവൃത്തിയാണല്ലോ നീ ചെയ്തു പോയിട്ടുള്ളത് മറിയമേ. മറിയം ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ചിട്ടതാകുന്ന കുഞ്ഞിന്റെ മുന്നിൽ നിലകൊള്ളുമ്പോ ആ കുഞ്ഞ് ലോകത്തോട് തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ഖാല ഇന്നി അബ്ദുല്ലാഹ്. തൊട്ടിലിൽ കടന്നുകൊണ്ട് സംസാരിച്ച 4 പേരിൽ പ്രമുഖനാണ് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്, അടിമയാണ്. ആതാനിയൽ കിതാബ്, അല്ലാഹു അടുത്തിടെ തന്നെ എനിക്കൊരു കിതാബ് നൽകും. തീർന്നില്ല. വജഅലനി നബിയാ, അല്ലാഹു എന്നെ പ്രവാചകനായി നിയോഗിച്ചിരിക്കുകയാണ്. വജഅലനി മുബാറകാ,
തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയാകുന്ന ഈസ എന്ന് പറയുന്ന പൊന്നുമോൻ പോലും പ്രവാചകൻ പോലും വിളിച്ചു പറഞ്ഞത് അല്ലാഹുവിന്റെ ഖുർആനിൽ എടുത്തു പറയുകയാണ്, വജഅലനീ മുബാറകാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ബറക്കത്തുള്ള കുട്ടിയാക്കി മാറ്റി. അതാണ് നമ്മുടെ വിഷയം. വജഅലനീ മുബാറക, എന്നെ അല്ലാഹു ബറക്കത്തുള്ളവനാക്കി മാറ്റി. ഞാൻ തൊട്ടതൊക്കെ പൊന്നാവും. അങ്ങനത്തെ വ്യക്തിയാണ് ആര്? സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. ഇത് ഈസാ നബിക്ക് മാത്രമാണോ? അല്ല, എല്ലാ നബിമാർക്കും ഉണ്ട്. ഒരാളെ പറഞ്ഞു എന്ന് മാത്രമേ. ഖുർആൻ മുഅ്ജിസല്ലേ, പറഞ്ഞ വാക്ക് വിശാലമായ അർത്ഥത്തിലേക്ക് സൂചിപ്പിക്കുന്നത്. എല്ലാവരുടെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരാളെ പറഞ്ഞു, ബാക്കിയുള്ളവരുടെയൊക്കെ ചരിത്രം നിങ്ങൾ പരിധിയാൽ മതി, ഒക്കെ ബറക്കത്തുള്ളവരാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ആണ് ഖുർആനിന്റെ പക്ഷം. പിന്നെന്തിനാ ഈസാ നബിയുടെ പറഞ്ഞത്? അത് പറയാതിരിക്കാൻ പറ്റൂല. പറയേണ്ട സാഹചര്യം വന്നു. കുട്ടി ആരുടേതാണെന്ന് ചോദ്യം വന്നു. ഇത് വിചാരത്തിലൂടെയാണെന്നൊക്കെ ഉള്ള ആക്ഷേപം വന്നു. അതുകൊണ്ട് അല്ലാഹു അത് വെളിവാക്കി കൊടുത്തു. ഞാനൊരു സാധാരണക്കാരനല്ല. വജഅലനി മുബാറകൻ, ഞാൻ പ്രവാചകനാണ്, എന്നെ ബറക്കത്തുള്ളവനാക്കി അല്ലാഹു മാറ്റി. ബറക്കത്ത്, ഭയങ്കര ബറക്കത്താണ് അമ്പിയാക്കൾ. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ബറക്കത്തിനെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. പരിശുദ്ധമായ ഖുർആനിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു രേഖപ്പെടുത്തുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം തന്നെ ജനതയോട് പറഞ്ഞവത്രേ, വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ ബിഇذനില്ലാഹ് വഉഹ്യിൽ മൗതാ ബിഇذനില്ലാഹ് وأنبئكم بما تأكلون وما تدخرون في بيوتكم. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ ബറക്കത്ത് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു വിശദീകരിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം തന്നെ സമൂഹത്തോട് പറഞ്ഞത് അല്ലാഹു ഖുർആനിലൂടെ വ്യക്തമാക്കുകയാണ്. വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ, കുഷ്ഠരോഗമുള്ള പാണ്ഡ്യരോഗമുള്ള വ്യക്തികളെ ഞാൻ ശിഫപ്പെടുത്തും. ഒന്ന് തടവിയാൽ മതി, പരിപൂർണമായ ശിഫ ലഭിക്കുകയാണ്. കുഷ്ഠരോഗവും പാണ്ടൊക്കെ പിടിച്ച, നമ്മൾ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ സോറിയാസിസ്, മാരകമാകുന്ന രോഗങ്ങളൊക്കെ ബാധിച്ച ആളുകൾ ഈസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ കൊണ്ടുവന്നാൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തടവുകയുള്ളൂ, ഉടനെ ശിഫ. ഇത് കെട്ടുകഥയാ. ഇതാരാ പറഞ്ഞത്? ഖുർആൻ. കെട്ടുകഥയാന്ന് വിശ്വസിച്ച ആ സെക്കൻഡിൽ കാഫിർ. അല്ലാഹു കാക്കുമാറാവട്ടെ. ഈസാ നബി തന്നെ പറയാ, എനിക്ക് അല്ലാഹു നൽകിയ കഴിവ് വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ ബിഇذനില്ലാഹ്, കുഷ്ഠരോഗമുള്ളവരെയും പാണ്ഡ്യരോഗമുള്ളതാകുന്ന മാറാവ്യാധികൾ പിടിപെട്ടതാകുന്ന ആളുകൾ ജനങ്ങളെ കണ്ടാൽ അറപ്പുളവാക്കി പുറകോട്ട് മാറി നിൽക്കുമ്പോ അവരെ എന്റെ അടുക്കൽ കൊണ്ടുവന്നാൽ അവരെ ഞാൻ ചികിത്സിക്കും. ഞാനൊന്ന് തടവിയാൽ മതി. അല്ലാഹുവിന്റെ വേണ്ടുകയോടുകൂടി, പടച്ചറബ് നൽകിയ കഴിവോടുകൂടി അവർക്ക് അല്ലാഹു ശിഫ നൽകുമേ എന്ന് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താ അത് കാരണം? കൈ ബറക്കത്താ, മൊത്തത്തിൽ ബറക്കത്താ. മുബാറക്ക എന്നാണ് എന്നെ കുറിച്ച് പറഞ്ഞത് തന്നെ. അല്ലാഹു ബറക്കത്താക്കപ്പെട്ട വ്യക്തിയാണ് എന്നാണ് പറഞ്ഞത്. ബറക്കത്തുള്ള വ്യക്തിയാണെന്ന് അല്ലാഹു തന്നെ ഖുർആനിൽ പറഞ്ഞതാണ്. വജഅലനീ മുബാറക, എന്നെ ബറക്കത്തുള്ളവനാക്കി അല്ലാഹു മാറ്റി. എന്ത് തൊട്ടാലും രക്ഷയാണ് അവർക്ക്. കാരണം നബിയാണ്, സാധാരണ വ്യക്തിയല്ല. അതുകൊണ്ട് മുഅ്ജിസത്താണ്, അമാനുഷികമായ കഴിവാണ്. തീർന്നില്ല. ബഹുമാനപ്പെട്ടതാകുന്ന ഈസാ നബി അലൈഹിസ്സലാമിന്റെ കഴിവിനെ പറ്റി അല്ലാഹു വീണ്ടും ഖുർആനിലൂടെ പറയുകയാണ്. വഉഹ്യിൽ മൗതാ ബിഇذനില്ലാഹ്, മരണപ്പെട്ട് ജീവച്ഛവമായി കിടക്കുന്നതായ ആളുകളെ, ഖബറിൽ കിടക്കുന്നവരെ പുനർജീവിപ്പിച്ചിട്ടുണ്ട് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. മരിച്ചു കിടക്കുന്ന വ്യക്തിയെ ജീവനിട്ട് കൊടുത്തിട്ടുണ്ടാര് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. ഖുർആനാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒരാൾ മരിച്ചുപോയതിന് അടുത്ത് പോയിട്ട് അവനെങ്ങനെ തട്ടി വിളിച്ചാൽ മതി. ഈസാ നബി വിളിച്ചാൽ മതി, കൈയൊന്ന് തട്ടിയിട്ട് എഴുന്നേക്കണമെന്ന് പറഞ്ഞാൽ മരിച്ചു കിടക്കുന്നവൻ എഴുന്നേക്കും. അങ്ങനെയുണ്ട്. അങ്ങനെയുണ്ട്. അതാ ഖുർആനാണ്. അതാണ് ഞാൻ ആയത്തോതി പറയുന്നത്. വഉഹ്യിൽ മൗതാ ബിഇذനില്ലാഹ്.
പക്ഷെ ഇതൊക്കെ ആര് നൽകിയ കഴിവാ? അള്ളാഹു നൽകിയ കഴിവാണ്. അതാണ് ബിഇദ്നില്ല, പടച്ച റബ്ബിന്റെ കഴിവാണ്. അള്ളാഹു എനിക്ക് നൽകി. അതാണല്ലോ നമ്മുടെ സുന്നികളുടെ വിശ്വാസം. നമ്മൾ ഔലിയാക്കളെയും മഹാന്മാരെയും ഒക്കെ വിളിച്ച് ദുആ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താ കാര്യം? മൊഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, റിഫായി ശൈഖെ രക്ഷിക്കണേ ദുആ രക്കുന്നത് എന്തുകൊണ്ടാ? അവർക്ക് അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് അവർ നമ്മളെ സംരക്ഷിക്കും. അതാണ് നമ്മുടെ വിശ്വാസം. അല്ലാതെ അവർക്ക് സ്വന്തമായി കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്താൽ നമ്മൾ കാഫിറാവും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മളാരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആരും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരവിശ്വാസം വെച്ച് പുലർത്തുന്നുമില്ല. അവർക്ക് ആര് നൽകിയ കഴിവാണിതൊക്കെ? മഹാന്മാരെ മഹാന്മാരാക്കിയത്, ഔലിയാക്കളെ വിലായത്തിന്റെ മർത്തബയിലേക്ക് അള്ളാഹു എത്തിച്ചത്, അമ്പിയാക്കൾ അവരുടെ മുഅ്ജിസത്തിൻ്റെതാകുന്ന കഴിവിലൂടെ, അമാനുഷികമാകുന്ന കഴിവിലൂടെ നമ്മളെ സഹായിക്കുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. അള്ളാഹു നൽകിയ കഴിവ്, ആ കഴിവിലൂടെ നമ്മളെ അവർ സഹായിക്കും, ഉറപ്പാണ്. അതാണ് നമ്മുടെ വിശ്വാസം. അതാണ് സുന്നത്തിയമായത്. ഈ മഹാന്മാരുടെ അടുക്കൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന്, കാസർഗോഡിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്നില്ലേ? ഈ ഉറൂസിനോട് ബന്ധിച്ചുകൊണ്ട് പ്രവാസ ലോകത്ത് നിന്ന് വന്ന ആളുകളില്ലേ? ഇവിടെ എത്തിയിട്ട് ദുആ ചെയ്യുന്നു, അവരുടെ പൊരുത്തം കിട്ടാൻ, മദത് കിട്ടാൻ, ഒരു ബറക്കത്ത് കിട്ടാൻ. അവരെ കൊണ്ട് തവസ്സുലാക്കി ദുആ ചെയ്യുന്നു, അവരോട് നേരിട്ട് ചോദിക്കുന്നു. ഇതിന്റെയൊക്കെ ലക്ഷ്യമെന്താ? അവർക്ക് അല്ലാഹു കൊടുത്ത വലിയ സഹായമുണ്ട്, വലിയതാകുന്ന സൗരഭ്യം ആത്മീയ ലോകത്ത് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ഞങ്ങളെ സഹായിക്കണേ. അതാണ് തേട്ടം. അല്ലാതെ അവർക്ക് സ്വന്തമായ ഒരു കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല നമ്മളാരും. അങ്ങനെ വിശ്വസിച്ചാൽ നമ്മുടെ വിശ്വാസം ഈമാൻ തെറ്റിപ്പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ അതിനാണ് ഇടയ്ക്ക് നമ്മുടെ സുന്നത്തുമാത്തൊന്ന് സ്ഥിരപ്പെടുത്തിയതാണ്. ഇടയ്ക്കൊന്ന് അതിന്റെ ഹിക്മത്തിൽ പറഞ്ഞതാണ്. ശരിക്കും ശ്രദ്ധിക്കും. കാരണം ഈ ആയത്ത് ബേസ് ചെയ്തിട്ട് നല്ലതുപോലെ പഠിക്കാൻ പറ്റും. അതിനാണ് ഈ പറഞ്ഞത്. ഇതാ വീണ്ടും വിഷയത്തിലേക്ക് വരുന്നു. തീർന്നില്ല. ബഹുമാനപ്പെട്ടതാകുന്ന ഈസാ നബി അലൈഹിസ്സലാം വീണ്ടും പറയുകയാണ്, وَأُنَبِّئُكُمْ بِمَا تَأْكُلُونَ وَمَا تَدَّخِرُونَ فِي بُيُوتِكُمْ. നിങ്ങൾ കഴിച്ചതാകുന്ന വസ്തുക്കളെ മുഴുവനും നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് സ്കാൻ ചെയ്തുകൊണ്ട് പറയാനുള്ളതാകുന്ന തൗഫീഖ് അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതും ഞാൻ വിളിച്ചു പറയുമേ എന്ന് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം നബി പറഞ്ഞത്. അള്ളാഹു പറയാ എന്താ പറഞ്ഞത്? കുലൂൻ, നിങ്ങൾ കഴിച്ചിട്ട് വരികയാണ്. അപ്പൊ ഇങ്ങനെ നോക്ക്, നമ്മൾ നോക്കിയിട്ട് പറയും, ആ അജയരെ എന്തോ കഴിച്ച പോലെ ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ ഹത്തീബിച്ചാ നമ്മളൊക്കെ ചോദിക്കും. സാധുക്കളായ ആളുകൾ ചോദിക്കും. കാരണം ആ ലക്ഷണം കണ്ടിട്ട്, ക്ഷീണമൊന്നും ഇല്ലാതിരിക്കുന്നത് കണ്ടിട്ട്. പക്ഷെ കഴിച്ചിട്ടൊന്നും ഉണ്ടാവൂല. ഈസാ നബി അലൈഹി ഇസ്ലാം ആണെങ്കിൽ ഒറ്റ നോട്ടത്തില് ചവച്ചരച്ച് തിന്ന സാധനമാണെങ്കിലും 2 പൊറോട്ടയും മുട്ടക്കറിയും വയറ്റി കിടപ്പുണ്ട്. കാര്യം തുറന്നു പറയും. ഇത് ഖുർആനാണ്. ഖുർആൻ പറഞ്ഞത്. അജിയാരെ വയറ്റിൽ നെയ്ച്ചോറ് കിടപ്പുണ്ടല്ലോ, ഒരു കോഴി കിടന്ന് ഓടുന്നുണ്ടല്ലോ അജിയാരെ എന്ന് വിളിച്ചു പറയും. കഴിച്ചിട്ടുള്ളത് വിളിച്ചു പറയും. കഴിക്കാന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ചവച്ചരച്ച് തിന്ന സംഭവമാണ്. അതിങ്ങനെ വയറ്റി നോക്കിയിട്ട് സ്കാൻ ചെയ്ത് പറയാൻ കഴിവുണ്ടായിരുന്നു ആർക്ക്? സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. നബിയാണ്, അല്ലാഹു കൊടുത്ത കഴിവാണ്. മാത്രമല്ല വമാ തദ്ഖിറൂന ഫീ ബുയൂതികും, നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് വിളിച്ചു പറയും. അല്ലാഹ്. എബി അബ്ദുള്ള ഇങ്ങനെ കാണുമ്പോൾ പറയും, ആ അലമാരിയിൽ ഇന്ന സ്ഥലത്ത് ഇന്ന വറാഡോ വാച്ച് ഇന്നടുത്ത് വെച്ചിട്ടുണ്ട്. അറൂഫ് ദാരിമി ഇന്ന സ്ഥലത്ത് 10,000 രൂപ വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ വിളിച്ചു പറയും. ഓരോരുത്തരെ കാണുമ്പോൾ ഇങ്ങനെ ഒറ്റയടിക്ക് നോക്കി പറയും. ആ കഴിവൊക്കെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട് പിരിവെടുക്കാൻ നല്ല സുഖമാണ്. എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ പറഞ്ഞ അജയരെ അലമാരി ഇന്ന സ്ഥലത്ത് ഇന്നടുത്ത് ഇത്ര രൂപ വെച്ചിട്ടില്ലേ? ആകെപ്പെട്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ബാങ്കിൽ ഇത്ര രൂപ വെച്ചിട്ടില്ലേ? വിളിച്ചു പറയും. കഴിവ് നിസാര കഴിവല്ല ഇത്. ഖുർആനാണ്. പൈസ മാത്രമല്ല, അരിയും ഗോതമ്പോ എന്ത് സാധനം വീട്ടിൽ വെച്ചിട്ടുണ്ടോ ഒക്കെ വിളിച്ചു പറയാനുള്ള കഴിവ് ആർക്കുണ്ടായിരുന്നു? ഈസാ നബിക്കുണ്ടായിരുന്നു വിശുദ്ധമായ ഖുർആൻ. ഇത് എല്ലാ പ്രവാചകന്മാർക്കും ഉള്ളൊരു കഴിവാണ്. ഈസാ നബിക്ക് പ്രത്യേകമായി വിഷയത്തിൽ അള്ളാഹു കൊടുത്തത് അള്ളാഹു എടുത്തു പറയാൻ. എന്താ കാരണം? വജഅലനി മുബാറക്കൻ, എന്നെ ബറക്കത്തുള്ള വ്യക്തിയാക്കി അള്ളാഹു മാറ്റി. ഇപ്പൊ പറഞ്ഞത് തൊടണമെന്നാണ് പറഞ്ഞത് അല്ലെ? ഈസാ നബി ഇങ്ങനെ തൊടണം, തല മുതൽ കാല് വരെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തടകുമ്പോ അവന്റെ രോഗം ശിഫയാകുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ചരിത്രത്തിൽ കാണാം തൊടാതെ തന്നെ ബഹുമാനപ്പെട്ടവർ ശിഫപ്പെടുത്തിയിട്ടുണ്ട്. തൊടുന്നൊന്നുമില്ല, വന്നിങ്ങനെ നിന്നിട്ട് 2 കൈ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് ഒരു സമൂഹത്തിന് ഒന്നടങ്കം രോഗം മാറ്റി കൊടുത്തു. ആര്? സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. പഠിച്ചു വെക്കേണ്ട ചരിത്രമാണ്, പഠിക്കേണ്ടതാകുന്ന സംഭവമാണ്.
അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. പരിശുദ്ധമാക്കപ്പെട്ടതായ ആയത്തുൽ കുർസിയുടെ ഈ വചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഹയ്യും ഖയ്യൂം എന്ന് പറയുന്ന വാക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ കൊണ്ടുവരുന്ന ഒരു ചരിത്രമുണ്ട്. പഠിച്ചു വെക്കണേ മുസ്ലിമേ മുസ്ലിമത്തെ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലയളവിൽ ജനങ്ങൾക്ക് വല്ലാതെ കുഷ്ഠരോഗം ബാധിക്കുകയാണ്. എല്ലാവർക്കും വല്ലാതെ വ്യാധി പടർന്നു വരുകയാണ്. നമ്മുടെ സമൂഹത്തിൽ കൊറോണ ബാധിച്ചതുപോലെ പഴയ കാലഘട്ടത്തിൽ 6000 സംവത്സരങ്ങൾക്ക് മുമ്പ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലയളവിൽ ബഹുമാനപ്പെട്ടവരുടെ മോചിതത്തെ വെളിവാക്കാനുള്ള അവസരം അല്ലാഹു നൽകുകയാണ്. ജനങ്ങൾ വന്നുകൊണ്ട് അവലാതിപ്പെടുകയാണ്, ഈസാ നബിയേ ഈസാ നബിയേ, ഞങ്ങൾ വല്ലാതെ വിഷമത്തിലാണ്, പ്രയാസത്തിനാ, കാരണം ഞങ്ങൾക്ക് കുഷ്ഠരോഗം ബാധിച്ചിരിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം അവരോട് ഒന്നടങ്കം എല്ലാവരും 2 മലകൾക്കിടയിലായി തടിച്ചുകൂടാൻ വേണ്ടി പറയുകയാണ്. ആളുകളെല്ലാം ഒരുമിച്ച് കൂടുകയാണ്. ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു ഇമാം റാസി റളിയല്ലാഹു അൻഹു 70,000-ഓളം വരുന്ന ആളുകളുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ടതാകുന്ന ഈസാ നബി അലൈഹിസ്സലാം ആ ജനങ്ങൾ മുഴുവനും തമ്പടിച്ചു കൂടി നിൽക്കുമ്പോ ബഹുമാനപ്പെട്ടവരെ കടന്നു ചെല്ലുകയാണ്. മലയുടെ മുകളിലേക്ക് ചെന്ന് നിന്ന് അവരുടെ മുൻവശത്ത് നിന്നുകൊണ്ട് 2 കൈകളും ആകാശത്തിന്റെ അധിപനാകുന്ന പടച്ച റബ്ബിലേക്ക് ഉയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം ലാ മറദാ ലാ മറദാ. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും നിലനിൽക്കുന്നവനുമായ അല്ലാഹുവേ, ഇവർക്ക് രോഗം വേണ്ട റബ്ബേ, രോഗം വേണ്ട അല്ലാ, നീ പരിപൂർണമായി ശിഫപ്പെടുത്തണേ അല്ലാ എന്ന് ബഹുമാനപ്പെട്ടതാകുന്ന ഈസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയ്ക്ക് ശിഫ കിട്ടാൻ വേണ്ടി ദുആ ചെയ്ത് തീരണ്ട താമസം പരിപൂർണമായി കുഷ്ഠരോഗം അല്ലാഹു മാറ്റിയത്രേ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇവിടെ ഇമാം റാസി റളിയല്ലാഹു അൻഹു കുറിക്കുന്നു 2 കാര്യങ്ങളുണ്ട് ഇവിടെ. ഒന്ന് ഈസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ഈസാ നബി ആരാണ്? വജഅലനി മുബാറകൻ, ബറക്കത്തുള്ള വ്യക്തിയാണ്. രണ്ടാമത്തത് ഇവിടെ ദുആ ചെയ്തത് യാ ഹയ്യു യാ ഖയ്യൂം എന്ന വാക്ക് വെച്ചിട്ടാണ്. യാ ഹയ്യു യാ ഖയ്യൂം എവിടെ ഉള്ളതാ? എന്തിനുള്ള വാക്ക്? അള്ളാഹുവിന്റെ നാമങ്ങളിൽ പെട്ടതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞതിലേക്ക് വീണ്ടും റിപ്പീറ്റ് പോയി. അള്ളാഹുവിന്റെ നാമങ്ങൾ എന്താണ്? ബറക്കത്തുള്ള നാമമാണ്. അത് ഉച്ചരിച്ച് ദുആ ചെയ്താൽ ഇജാബത്താണ്. അതുകൊണ്ട് യാ ഹയ്യു യാ ഖയ്യൂം, അതുകൊണ്ടാണ് ആയത്തുൽ കുർസിയൊക്കെ എപ്പോഴും ഓതണമെന്ന് പറയുന്നത്. ഭയങ്കര ശ്രേഷ്ഠതയാണ്. യാ ഹയ്യു യാ ഖയ്യൂം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റഈസുൽ മുഫസ്സിരീനാണ്, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ്. ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തുകയാണ് യാ ഹയ്യു യാ ഖയ്യൂം ഇസ്മുൽ അഅ്ളമിൽപ്പെട്ട നാമമാണ്. അത് വെച്ചുകൊണ്ട് ദുആ ചെയ്താൽ ഇജാബത്താണ്, ഇജാബത്താണ്. ഇസ്മുൽ അഅ്ളം, മഹത്തമായ നാമം. മഹാന്മാരൊക്കെ ആ ദുആ എന്ത് ചോദിക്കുമ്പോൾ ഇന്നത് ചോദിച്ച് ഉത്തരം കിട്ടണമെന്ന് അവർക്കുണ്ടെങ്കിൽ അവരുടെ ദുആയിൽ ഇത് ചേർക്കുമെന്നാണ്. നിങ്ങൾ സൂഫിയാക്കളുടെ ദുആ ഒക്കെ ശ്രദ്ധിച്ചു നോക്കി, അവരിത് ചേർക്കുമെന്ത്? യാ ഹയ്യു യാ ഖയ്യൂം. അതിനെ ഞാൻ നേരത്തെ പറഞ്ഞ ദുആന് ഇജാബത്ത് കിട്ടാൻ ഈ യാ ഹയ്യു യാ ഖയ്യൂം എന്തിലുണ്ട്? അസ്മാഉൽ ഹുസ്നയിലുണ്ട്. അത് ഓതിയിട്ട് ദ്വാരക്കം പറഞ്ഞ അതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. സ്ത്രീകളൊക്കെ പരാതി പറയാറുണ്ട്, ദുആന് ഇജാബത്ത് കിട്ടുന്നില്ല ഉസ്താദേ, ഞാൻ എപ്പോഴും ദ്വാരക്കും, ഒരുപാട് ഖുർആൻ ഓതും, ഒരുപാട് സലാത്ത് ഇല്ല, ഒരുപാട് നിസ്കരിക്കും. ഈ അസ്മാഉൽ ഹുസ്ന ഒന്ന് ചെല്ലി ഒരു 11 പ്രാവശ്യമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ചെല്ലിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചൊന്ന് ദുആ ചെയ്ത് നോക്കി, ഉറപ്പാണ് ഇജാബത്ത്. അതൊക്കെ ഭയങ്കര ബലാണ്. അതാണിപ്പോ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്, യാ ഹയ്യു യാ ഖയ്യൂം ലാ മറളാ ലാ മറളാ. എന്നെന്നും ജീവിച്ചിരിക്കുന്നവരും നിലനിൽക്കുന്നവനുമായ അല്ലാഹുവേ, ഇവർക്ക് രോഗം വേണ്ട അല്ലാ, നീ ശിഫപ്പെടുത്തണേ അല്ലാ. ഈസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്ത് തീരണ്ട താമസം പരിപൂർണമായി ശിഫയാണ്, ശിഫയാണ്. എന്തുകൊണ്ടാണ്? ബഹുമാനപ്പെട്ടവർ ബറക്കത്തുള്ള വ്യക്തിയാണ്, ബറക്കത്തുള്ളതാകുന്ന പ്രവാചകന് ബറക്കത്തുള്ളതാകുന്ന നാമങ്ങൾ വെച്ച് ബറക്കത്തുടയവനാകുന്ന അല്ലാഹുവിലേക്ക് ദുആ ചെയ്തപ്പോ അല്ലാഹു അവരിൽ ബറക്കത്ത് നൽകി. ആണ് മനസ്സിലാക്കേണ്ടത്.
ബറക്കത്തുള്ള ഈസാ നബി അലൈഹിസ്സലാം ബറക്കത്തുള്ള യാ ഹയ്യു യാ ഖയ്യൂം എന്ന നാമം വെച്ച് ബറക്കത്തുടയവനാകുന്ന അള്ളാഹുവിലേക്ക് ദുആ ചെയ്തപ്പോൾ അള്ളാഹു ആ സമൂഹത്തിന് ബറക്കത്ത് നൽകി, ശിഫ കൊടുത്തു. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും വിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഹുദൈബിയയിലേക്ക് എത്തിയപ്പോ പ്രവാചകരും സ്വഹാബത്തും വല്ലാതെ പ്രയാസപ്പെടുകയാണ്, വെള്ളമില്ലാതെ വിഷമിക്കുകയാണ്. 1500ഓളം വരുന്ന സ്വഹാബത്ത് മുത്തുനബിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, റസൂലേ, നമ്മൾക്ക് കുളിക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, നമ്മളുടെ കാര്യങ്ങൾ നടത്താൻ ഒരൽപ്പം വെള്ളം പോലും ഇനിയില്ല റസൂലേ. വല്ലാതെ വിഷമം പറഞ്ഞതാകുന്ന പ്രവാചകരോട് അങ്ങ് സ്നാനം ചെയ്യാൻ പോലും ഞങ്ങൾക്ക് വെള്ളമില്ല എന്ന് പറഞ്ഞപ്പോ ഉള്ള വെള്ളം കൊണ്ടുവരാൻ മുത്തുനബി പറയുകയും ഒരു തോൽപാത്രത്തിൽ ഒരൽപ്പം വെള്ളവുമായി ഒരു സഹാബി കടന്നു വരികയും ചെയ്യുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പകരം വെക്കാനില്ലാത്ത മനുഷ്യനല്ലയോ? ലോകത്തുള്ള സർവരും സ്നേഹിക്കേണ്ടത് ആ പ്രവാചകരെയല്ലയോ? അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടുചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട നേതാവ്, പരിശുദ്ധ ഹുബൈ ഹളറായിന്റെ ചുവട്ടിൽ ചുംബനം വെച്ചുറങ്ങുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടനെ തന്റെ വലത് കൈ ശറഫാക്കപ്പെട്ട വലത് കരം അതിലേക്ക് അങ്ങ് ഇടുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ വിരലങ്ങോട്ട് ഇട്ടപ്പോൾ വലത് കൈയുടേതാകുന്ന മുസബ്ബിഹ വിരലിന്റെയും നടുവിരലിന്റെയും ഇടയിൽ നിന്ന് വെള്ളം ഇങ്ങനെ പ്രവഹിക്കുകയാണ്, നദി പോലെ ഒഴുകുകയാണ്. അത്ഭുതം കൂറിക്കൊണ്ട് സഹാബത്ത് നിലകൊള്ളുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആവശ്യമുള്ളത് നിങ്ങൾ എടുക്കണേ സഹാബ.